ഉത്തര മലബാറിലെ കർണാടക അതിർത്തി പ്രദേശങ്ങളിലെ ഗ്രാമങ്ങളിൽ തുളു സംസ്കാരത്തിന്റെ മുദ്രകൾ ചാർത്തിയ തെയ്യങ്ങളാണ് ക്ഷേത്രങ്ങളിലും കാവുകളിലും നിറഞ്ഞാടുക. തുളുനാട്ടിലെ അതിശക്തനും പ്രതാപശാലിയുമായ കാവൽ മൂർത്തിയാണ് കൊറഗ തനിയൻ അഥവാ കൊറഗജ്ജ തെയ്യം. രാത്രിയിൽ ചിലങ്കയിട്ട് അനുഗ്രഹം നൽകാനെത്തുന്ന കൊറഗജ്ജ തെയ്യത്തിന്റെ വിശേഷങ്ങൾ കണ്ടുവരാം. ദൈവമേ കൈതൊഴാമിൽ. രാത്രി അല്പം വൈകിയാണ് കൊറഗജ്ജ തെയ്യത്തിൻ്റെ ചമയം തുടങ്ങുക. ചമയക്കാരനും മേളക്കാരനുമുണ്ട്. മുഖത്തെഴുത്ത് പ്രധാനമായും നെറ്റിക്കും കണ്ണുകൾക്കുമാണ്. പ്രകൃതിദത്തമായ ചായക്കൂട്ടുകളാണ് ഇതിന് ഉപയോഗിക്കുന്നത്. മുഖം നിറയെ കൺമഷിക്കരി തേച്ച് കണ്ണുകൾക്കുള്ളിൽ രൗദ്രം കൂട്ടുന്ന വരകൾ നിറഞ്ഞ നെറ്റിത്തടം, ചോരത്തുടുപ്പുള്ള വന്യത നിറഞ്ഞ ചുണ്ടുകൾ എന്നിവ കൊറഗജ്ജൻ്റെ പ്രത്യേകതയാണ്. കുരുത്തോലയുടെ ആടകളാണ് കാൽ മൂടും മട്ടിലുള്ളത്. കാലിൽ പാളപ്പകടി വെച്ച് കെട്ടിയ വലിയ കാൽത്തളകൾ. തലയിൽ ചില നേരങ്ങളിൽ തൊപ്പിപ്പാളയുടെ തൊപ്പിയുണ്ടാകും. തലയിൽ മുടി കെട്ടിയൊരുക്കാതെ ചീന്തിയിട്ടാണ് രാത്രിയിൽ ചിലമ്പലിയോടെയുള്ള വരവ്. അനുഗ്രഹവും കരുതലും ചൊരിഞ്ഞാണ് വിശ്വാസികൾക്ക് മുന്നിൽ കൊറഗജ്ജ തെയ്യം എത്തുക. കൊറഗജ്ജ എന്ന് പറഞ്ഞത് തന്നെ ഐത്യത്തിനെതിരെ പ്രതികരിച്ച ആളാണ്. തെയ്യത്തിൻ്റെ പ്രധാന ഈ തെയ്യം കെട്ടുന്ന ആൾ മാത്രമല്ല, ആ നടത്തുന്ന വീട്ടുകാരായെങ്കിലും തറവാട്ടുകാരായെങ്കിലും അതിൻ്റെ മേൽനോട്ടം വഹിക്കുന്ന ആളായെങ്കിലും വളരെ ചിട്ടയോടുകൂടി പാലിക്കേണ്ട ചില കർമ്മങ്ങളുണ്ട്. കാമക്രോധം, മോഹം ഇങ്ങനെയുള്ള ഈ മത്സര അതിബുദ്ധികളെല്ലാം ഇല്ലാണ്ട് എല്ലാവർക്കും വേണ്ടി ചെയ്യുന്ന കാര്യമാണ്. ആ രീതിയിൽ അത് എൻ്റെതല്ല, ഞാൻ എല്ലാവർക്കും വേണ്ടി ചെയ്യുന്നു, ഞാൻ നിന്ന് ചെയ്യുന്നു, ഞാനൊരു നിമിത്തമായി ചെയ്യുന്നു എന്ന് ചെയ്താൽ, സത്യധർമ്മത്തിൽ ചെയ്താൽ അത് പല കാര്യമായിരിക്കും. ചമയങ്ങൾ ഇതിന് 3 നിറങ്ങളാണ് ഉപയോഗിക്കുന്നത്: ചുവപ്പ്, കറുപ്പ്, വെളുപ്പ്. ഈ മൂന്ന് ഇതിനെ സൂചിപ്പിക്കുന്നത്. ചുവപ്പ് എന്ന് പറഞ്ഞാൽ രൗദ്രമാണ്. അന്നത്തെ കാലത്ത് നമുക്ക് പിന്നെ ദേഷ്യപ്പെടാനുള്ള അവകാശമൊന്നുമില്ല ഈ ഗിരിജനങ്ങൾക്ക്. അതിനെ കാണിക്കുന്നതാണ് ഈ രൗദ്രഭാഗം. അതേ കറുപ്പ് എന്ന് പറഞ്ഞാൽ അന്ന് എല്ലാവരും കറുത്തവരാണ്, അത് അവരെ അതാണ് എന്നുള്ള രീതിയിലുള്ളൊരു സങ്കല്പം ഉണ്ടായിരുന്നു. അതിനെയും മറികടന്നില്ല. അത് വെള്ളം വരുന്നത്. വെള്ളം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും വെളുപ്പ്, ശാന്തിയാണ്, സമാധാനമാണ്. പറഞ്ഞു പ്രചരിക്കുന്ന നാടോടി ഐതിഹ്യം ഇങ്ങനെയാണ്. കളിയാട്ടത്തിനായി വാഴത്തടയും തെങ്ങിൻ തിരിയോലയും ചുമന്നുകൊണ്ടുവന്ന തനിയനെ താഴ്ന്ന ജാതിക്കാരനെന്ന പേരിൽ പടി കയറാൻ അനുവദിക്കാത്തതിനെ തുടർന്ന് അദ്ദേഹം മാടം തീണ്ടുകയും ജീവൻ ഹോമിച്ച് തെയ്യക്കോലമായി മാറുകയും ചെയ്തു. തുളു സംസ്കാരങ്ങളുടെ ഭാഗമായി പ്രഥമ സ്ഥാനമാണ് ഈ തെയ്യത്തിന്. രാത്രിയിൽ ചിലമ്പലിയോടെയാണ് പുറപ്പാട്. തലയിൽ തൊപ്പിപ്പാള, അരയിൽ ചെറുമണികളുള്ള പട്ട, കയ്യിൽ വടി. ഇങ്ങനെയാണ് വേഷവിധാനം. ദുരിതങ്ങൾ അകറ്റാനും കുലം തെറ്റിയവരെ ശിക്ഷിക്കാനും എത്തുന്ന അതീവ ശക്തിയുള്ള ദേവനായി കൊറഗജ്ജയെ കണക്കാക്കുന്നു. ഈ ദൈവസാന്നിധ്യം ശാന്തതയും രൗദ്രഭാവവും ഒരേപോലെ പ്രകടിപ്പിക്കുന്ന മൂർത്തിയാണ്. നൃത്തം തുടങ്ങി രൗദ്രഭാവം കൈക്കൊള്ളും. നൃത്തത്തിൻ്റെ മൂർധന്യത്തിൽ അല്പനേരം ഭക്തരുടെ നേർക്ക് ഓടിയെടുക്കുകയും അലറി വിളിച്ച് മുടികൊണ്ടടിച്ച് പരാക്രമം കാട്ടുകയും ചെയ്യും. എല്ലാം കഴിഞ്ഞ് ശാന്തമായി ഭക്തർക്ക് അനുഗ്രഹം നൽകും.